മതി. എന്തൊരു താളം. വായി തിന്നുക ഉറങ്ങുക തിന്നുക വിളിക്കല്ലേ കീടാണ്. വെള്ളം വെള്ളം. ഞാനേ പുതിയ ഒരു കഥ ബാലയാക്കാൻ പോകുന്നു. അടുത്ത 8-ാം തീയതിയുള്ള പ്രോഗ്രാമോ? 8-ാം തീയതി രാമായണം കളിക്കും. അത് കഴിഞ്ഞാൽ കഥ മാറ്റും. പുതിയ കഥ സത്യവാൻ സാവിത്രി. ഇതുവരെ കിട്ടിയൊന്നും പോരായിരിക്കും. നായിക ആരാണെന്നറിയാമോ? കിഴവിയായിരിക്കാം, ചക്കുകുറ്റി. ഈ നായകന് വല്ല മാറ്റമുണ്ടോ? നായകന് മാറ്റമൊന്നുമില്ല, പക്ഷെ നായിക നമ്മളെ ജോയിനി. അവളോ? തന്നെ. ഇല്ല, രോഹിണിയെ നായികയാക്കാൻ പറ്റില്ല. രോഹിണി തന്നെ മതി, നന്നായിരിക്കും. ഒന്ന് ഇറങ്ങി പോടച്ചേറ്റപ്പെട്ടെ. നിങ്ങൾ വെറുതെ വഴക്കുണ്ടാക്കണ്ട. ഞാൻ രോഹിണിയെ നായികയാക്കും. ഇഷ്ടമില്ലാത്തവർക്ക് ഇപ്പൊ ഈ ട്രൂപ്പിൽ നിന്ന് ഇറങ്ങിപ്പോ. എനിക്കിഷ്ടം. എനിക്കിഷ്ടാ ഒലിക്കുന്നു. നീ നോക്കിക്കോ, ഞാൻ രോഹിണിയെ നായികയാക്കും. എന്റെ പുതിയ ബാലയെ ഒരു കലക്ക് കലക്കും. ആ കലക്കി കലക്കി നാട്ടുകാർ എറിഞ്ഞു കലക്കും. ഇനി അങ്ങോട്ട് കലക്കിയില്ലെങ്കിൽ നിങ്ങൾ എന്റെ മൊയിലാളിയുടെയും പേര് തമ്മി തമ്മി മാറ്റി വിളിച്ചോളി. പോടാ അവിടുന്ന്. ഇവിടെ ഉപ്പും മുളകും വാങ്ങിക്കാൻ നക്കാപ്പീച്ച കാശില്ല എന്ന് പറയുന്ന ആളാ ബാലയെ കലക്കാൻ പോകുന്നത്. കാശൊക്കെ രോഹിണിയുടെ കാമുകം മുടക്കും. കാമുകനോ? സുരേഷ് മേനോൻ. സുരേഷ് മേനോൻ? സുരേഷ് മേനോനാണ് രോഹിണിയുടെ കാമുകൻ. അവൾക്ക് വേണ്ടി അയാൾ കാശ് മുടക്കും. അയാളെ ഞാനിതിന്റെ പാർട്ണറാക്കും. കേട്ടോ, വെറുതെ നമ്മളെ വലയിൽ ഞാൻ രോഹിണിയെ കാത്തു നിൽക്കായിരുന്നു. എന്തേ? ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയണം. ഞാനീ കേൾക്കണൊക്കെ ശരിയാണോ? എന്തേ കേട്ടത്? അത് രോഹിണിയും സുരേഷ് മേനോനും തമ്മിൽ. സുബ്രഹ്മണ്യം അത് വിശ്വസിച്ചോ? ചിലപ്പം പറയണത് ആൾക്കാർക്ക് എന്തേ പറഞ്ഞൂടാത്തെ? ഞാൻ എന്താ ചെയ്യാ? ഓരോരുത്തരുടെ വായ മൂടിക്കെട്ടാനാവോ? എന്തു പറഞ്ഞാലും ശരി, എനിക്കൊരു കാര്യം അറിയണം. രോഹിണിക്ക് എന്നെ ഇഷ്ടമാണോ അല്ലയോ എന്ന് തീർത്തു പറയണം. ധൃതി പിടിച്ചൊന്നും പറയണ്ട. ശരിക്ക് നല്ലോണം ആലോചിച്ച് ഇഷ്ടമാണെന്ന് പറഞ്ഞാ മതി. പിന്നെ പച്ച സാരിയോ ചുവപ്പ് സാരിയോ എടുത്തോണ്ട് വരാൻ പറഞ്ഞപ്പോ എന്നെ പറ്റിച്ച മാതിരി പറ്റിക്കരുത്. ഇഷ്ടമല്ലെങ്കിൽ പറഞ്ഞോളൂ, വിരോധമില്ല.